എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതുവീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയും അതുപോലെ തന്നെ ഫോർത്ത് സെമസ്റ്റർ പരീക്ഷയും എന്നു മുതൽ ആരംഭിക്കുമെന്ന് നിരവധി വിദ്യാർത്ഥികൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കതിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമും അതുപോലെ തന്നെ ഫോർത്ത് സെമസ്റ്റർ എക്സാമും എന്നു മുതൽ ആരംഭിക്കുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ FUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ് സെക്കൻഡ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം അതുപോലെ തന്നെ ഫോർത്ത് സെമസ്റ്റർ എക്സാം എന്നാണ് ആരംഭിക്കുന്ന. ദിവസേന കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കൂടുതലായി വരുന്നുണ്ട്. കാരണം പല വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്യാനുണ്ട്, പല കാര്യങ്ങളും ഇപ്പോൾ സപ്ലിമെൻ്ററി പരീക്ഷ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് പല കാര്യങ്ങളും പുറത്തു പോകാനും ഒരു വിദ്യാർത്ഥിനോട് പറഞ്ഞാൽ വിദേശത്തൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഈ പരീക്ഷ എന്ന് തുടങ്ങുമെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ വിദേശത്തൊക്കെ പോകുന്ന കാര്യം വഴിമുട്ടി നിൽക്കുകയാണ്. കാരണം ഈ പരീക്ഷ എന്ന് തുടങ്ങുമെന്നൊരു കൃത്യമായ ധാരണയില്ല. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകാനുണ്ട്, വിദേശ രാജ്യത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊക്കെ തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. കാരണം പോയി കഴിയുമ്പോൾ പരീക്ഷ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എഴുതാൻ പറ്റില്ല. അങ്ങനെയുള്ള തടസ്സപ്പെട്ടൊക്കെ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സങ്കടം എനിക്ക് മനസ്സിലാവും. എന്തായാലും ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞോട്ടെ. മോസ്റ്റ് പ്രോബബ്ലി ഏപ്രിൽ മെയ് മാസത്തിൽ പരീക്ഷകൾ നടക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് നമ്മൾക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പും. കാരണം ഇപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ FUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ കഴിഞ്ഞു. അതിൻ്റെ വാല്യുവേഷൻ ക്യാമ്പ് മെയ് മാസം 12-ാം തീയതി മുതൽ അതിൻ്റെ വാല്യുവേഷൻ ക്യാമ്പ് ആരംഭിക്കും. മെയ് മാസം 12-ാം തീയതി മുതൽ FUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ വാല്യുവേഷൻ ക്യാമ്പ് ആരംഭിക്കും. അതുപോലെ തന്നെ ഏപ്രിൽ മാസം 28-ാം തീയതി മുതൽ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ വാല്യുവേഷൻ ക്യാമ്പും ആരംഭിക്കും. ഇങ്ങനെ വരുമ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ അധ്യാപകർ എന്തായിരിക്കും, ഏപ്രിൽ 28 മുതൽ FUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ വാല്യുവേഷൻ ക്യാമ്പ് ആരംഭിക്കും. ഏപ്രിൽ 28-ാം തീയതി മുതൽ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ വാല്യുവേഷൻ ക്യാമ്പ് ആരംഭിക്കും. ഏപ്രിൽ 28-ാം തീയതി മുതൽ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ വാല്യുവേഷൻ ക്യാമ്പ് ആരംഭിക്കും. മെയ് 12 മുതൽ FUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ വാല്യുവേഷൻ ക്യാമ്പും ആരംഭിക്കും. ഇങ്ങനെ വരുമ്പോൾ ഏപ്രിൽ മെയ് മാസത്തിൽ യൂണിവേഴ്സിറ്റി തിരക്കിലായിരിക്കും. കാരണം ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എന്ന് പറഞ്ഞാൽ കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളാണ്. അവരുടെ കാര്യം വൈകിക്കാൻ സാധിക്കില്ല. കാരണം അവർക്ക് ഫർദർ സ്റ്റഡീസ്, ജോലി, മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകേണ്ട വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് വെച്ച് താമസിപ്പിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ അവരുടെ പരീക്ഷ ഏറ്റവും ആദ്യം തന്നെ നടത്തി തീർത്തു. ഇനി അതിൻ്റെ വാല്യുവേഷൻ പ്രൊസീജിയർ ഉണ്ട്, റിസൾട്ട് പ്രസിദ്ധീകരിക്കണം. പിന്നെ ആറാം സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം. ഇപ്പോൾ ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും PG, BEd പോലുള്ള അഡ്മിഷനും മറ്റ് ജോലി അവസരങ്ങളൊക്കെ അവർക്ക് വേണ്ടി തുറക്കുകയാണ്. അപ്പോൾ അവർക്ക് അതുമായി ബന്ധപ്പെട്ട് പോകണമെങ്കിൽ ആറാം സെമസ്റ്റർ റിസൾട്ട് ആവശ്യമാണ്. പിന്നെ ഇപ്പോൾ FUGP 4 ഇയർ ഡിഗ്രി വന്നേ പിന്നെ യൂണിവേഴ്സിറ്റി അക്കാദമിക് കലണ്ടർ കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അക്കാദമിക് കലണ്ടർ കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ടും വേഗം തന്നെ വരാനുള്ള മെയ് മാസം 12-ാം തീയതി ആരംഭിച്ചു കഴിഞ്ഞാൽ മെയ് അവസാനത്തിനകം നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാവും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വിഷയം എന്നാൽ സെക്കൻഡ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം മുതൽ തന്നെ ഫോർത്ത് സെമസ്റ്റർ എക്സാമും എന്ന് മുതൽ ആരംഭിക്കും. പരീക്ഷ ഉടനെ ആരംഭിക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇക്കാര്യങ്ങൾ അറിയാതെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പരീക്ഷ എന്തായാലും വിദ്യാർത്ഥികൾക്ക് മോസ്റ്റ് പ്രോബബ്ലി വിദ്യാർത്ഥികൾക്ക് ജൂണിൽ പ്രതീക്ഷിച്ചാൽ മതിയാവും. കാരണം ഏപ്രിൽ 28-ാം തീയതി മുതൽ പിന്നെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ വാല്യുവേഷനും മെയ് 12-ാം തീയതി മുതൽ FUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ വാല്യുവേഷനും പിന്നീട് ഇതിൻ്റെ വാല്യുവേഷൻ, അത് കഴിഞ്ഞ് മാർക്ക് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സ്, ടാബുലേഷൻ വർക്ക്, പിന്നീട് റിസൾട്ട് പബ്ലിഷ് ചെയ്യണം. അപ്പോഴത്തേക്കും പിന്നെ മെയ് മാസം കഴിയും. പിന്നെ ജൂണിലായിരിക്കും മിക്കവാറും ഒരു 90% ജൂണിലായിരിക്കും സെക്കൻഡ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമും അതുപോലെ തന്നെ ഫോർത്ത് സെമസ്റ്റർ എക്സാമും. എന്തായാലും ഇക്കാര്യങ്ങൾ പ്രിയ വിദ്യാർത്ഥികൾ അറിയാതെ പോകുന്നതിലും പരീക്ഷ എന്നാണെന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണുന്നവരെ മൈ നെയിം ഈസ് സ്ക്രിയ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രിയ ഫോട്ടോ, ദ കരിയർ ഗൈഡ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.